ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ചു, ഒരാളെ വിളിച്ചു, നമ്മൾ അയാളെ തൊഴിലാളിയാക്കിയിട്ട് അയാളുടെ സേവനം നമ്മൾ സ്വീകരിച്ചു. ചിലപ്പോൾ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെറിയ പണികൾക്ക് വേണ്ടി നമ്മൾ ആളെ വിളിച്ചുകൊണ്ട് വന്നതായിരിക്കും. അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിലയിൽ ഒരു തൊഴിലാളിയുടെ സേവനം നമ്മൾ സ്വീകരിച്ചുവെങ്കിൽ, എന്നിട്ട് ആ തൊഴിലാളി ചെയ്ത സേവനം സ്വീകരിക്കുകയും അയാൾക്ക് വേണ്ടുന്ന വേതനം നൽകാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു അവനെ തൊട്ട് ഖിയാമത്ത് നാളിൽ തിരിഞ്ഞു കളയുമെന്ന് അള്ളാഹു പറയുന്നതായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ചു, എന്നിട്ട് അവന് വേതനം നൽകാത്തവൻ എന്നാൽ അവൻ ചോദിച്ച കൂലി ന്യായമായതായിരുന്നിട്ടും അത് നൽകാതിരിക്കുന്നവൻ, അല്ലെങ്കിൽ അതിന് ഒഴിവ് കഴിവ് പറയുന്നവൻ, അതിനെ തൊട്ടൊക്കെയും മാറി നിൽക്കുന്നവൻ, പിടിച്ചു നിർത്തപ്പെടുന്ന രംഗ. നമ്മൾ ഈ പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു പറയുന്നതായിട്ട് 3 വിഭാഗം ആളുകളിൽ നിന്ന് ഞാൻ തിരിഞ്ഞു കളയുമെന്ന് പറഞ്ഞപ്പോ അതിൽ ഒന്നുപോലും നിസ്കരിക്കാത്തവനോ നോമ്പ് പിടിക്കാത്തവനോ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ലളിതാണെന്നോ നിസാരവൽക്കരിക്കണമെന്നൊന്നുമല്ല. അതിലൊക്കെ കൃത്യമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കരിക്കാത്തവൻ ഖിയാമത്ത് നാൾ നേരിടേണ്ടി വരുന്ന ശിക്ഷകളെ കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. ഹജ്ജ് ഒഴിവാക്കുന്നവനെ കുറിച്ചുള്ള ശിക്ഷകളെ കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. പക്ഷെ അതും കൊണ്ട് മാത്രം പൂർണ്ണമായില്ല. ദീൻ പൂർണ്ണമാകുന്നത് നിങ്ങളുടെ സാമൂഹിക വ്യവസ്ഥിതിയെ കൂടി പരിഗണിച്ചിട്ടാണ്. അതാണ് ഈ 3 വിഷയത്തിൽ ഇബാദത്ത് വന്നിട്ടില്ല. 3 കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വെറുപ്പാണെന്ന് പറഞ്ഞതിൽ ഇബാദത്തിനെ കുറിച്ചിട്ട് പരാമർശമില്ല. പിന്നെന്താ പറഞ്ഞത് മുഴുവനും സാമൂഹിക ജീവിതം. ഇന്ന് മെയ് 1 തൊഴിലാളി ദിനമാകുമ്പോൾ ഇത് വല്ലാതെ ചർച്ച ചെയ്യപ്പെടണം. ഇസ്ലാമിന്റെ തൊഴിലാളിയുടെ മാഹാത്മ്യത്തെ കുറിച്ച് പറയപ്പെടുന്നത് 1400 കൊല്ലം മുമ്പ് ലോകം മുഴുവനും ധർമ്മം പഠിപ്പിച്ച നേതാവ് ഇവിടെ വന്നിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികളോട് കാണിക്കേണ്ടുന്ന ധർമ്മത്തിനെ കുറിച്ച്, നീതിയെ കുറിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്. 14 നൂറ്റാണ്ടുകളായിട്ട് ഇന്നും ഈ വചനം ഇവിടെ ഒരു കേടുപാടുകളുമില്ലാതെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരാളെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചാൽ ന്യായമായ അവന്റെ കൂലിയെ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ തൊട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരിഞ്ഞു കളയും. അള്ളാഹ്ക്ക് പിന്നെ നിങ്ങൾ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അള്ളാഹ്ക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരുത്തന്റെ സേവനം സ്വീകരിക്കുകയും നിങ്ങൾ അവന് മാന്യമായ വേതനം നൽകാതിരിക്കുകയും ചെയ്തവനാണ്. അതാണ് കാരണം. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ, നിങ്ങൾ ഒരാളെ കൊണ്ട് തൊഴിലാളിയുടെ സേവനം നിങ്ങൾ സ്വീകരിച്ചാൽ അവന്റെ വയർപ്പ് ഉണങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾ അവന്റെ കൂലി നൽകണം.